ഇവിടെയാണ് വിശുദ്ധ ദേവസഹായം പിള്ള വെടിയേറ്റ് വീണ് കിടന്നിരുന്ന സ്ഥലം. ആ പരിശുദ്ധമായ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ക്രൗഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് നിൽക്കുന്നില്ല, കാരണം ആൾക്കാർ ഒരുപാട് ക്യൂ നിൽക്കുന്നു കാണാനും ഒക്കെ ആയിട്ട്. ഇവിടുന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ കാഴ്ചകളുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി പടവുകൾ കെട്ടിയിട്ടുണ്ട്. അവിടെ കാണാം, ഇതാ ടിയർ റോക്ക്, കണ്ണീർ പാറ. അതിനൊരു ചരിത്രമുണ്ട്. വിശുദ്ധ ദേവസഹായം പിള്ള വെടിയേറ്റ് വീണ് ആ സമയത്ത് ഈ പാറകൾ പോലും കരഞ്ഞു എന്നാണ് പറയുന്നത്. അതിനെ അനർത്ഥമാക്കും വിധം ഇവിടെ ഒരു പാറയുണ്ട്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫസ്റ്റ് ഡേ ഞാൻ വന്ന സമയത്ത് എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്തു. ഞാൻ അവിടെ ചെന്ന് നിന്ന സമയത്ത് ശരിക്കും കണ്ണിൽ നിന്നും വെള്ളം വന്നു. അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വിശുദ്ധമായ സ്ഥലമാണ്. അതാണ് ഈ സ്ഥലം. ഒരു കേവ് പോലെ നമുക്ക് തോന്നുമെങ്കിലും പിളർപ്പാണത്. പാള പിളർന്ന് ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു ഫീലിംഗാണ്. കണ്ണീർ പാറ. അരുൾവായ്മൊഴി എന്ന സ്ഥലം തന്നെ ഒരുപാട് പാറകളുള്ള ഒരു സ്ഥലമാണ്. പാറമലകൾ, വലിയ പാറകൾ ചേർന്നുള്ള വലിയ മലകളുള്ള ഒരു ഏരിയയാണ്. ഇവിടെ പാറയോട് ചേർന്ന് കുറേ പുതിയ നിർമ്മിതികളൊക്കെ ഉണ്ട്. അതെല്ലാം പടവുകൾ കെട്ടി ആൾക്കാർക്ക് നന്നായിട്ട് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അവർ ശരിയാക്കിയിട്ടുണ്ടല്ലോ. ഒരു ക്യാസിൽ മോഡലാണിപ്പം ഈ സ്ഥലം. അവിടെ ഒരു ഗ്രോട്ടോ പണിയാനുള്ളൊരു ഇത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആയില്ല. പ്രകൃതി ഭംഗി ഉള്ളതുകൊണ്ടാകാം. തീർത്ഥാടനം മാത്രമല്ല, വിനോദത്തിനും ഫാമിലി ആയിട്ടൊക്കെ വന്ന് പോകുന്നവരുണ്ട് ഇവിടെ ഒരുപാട്. നമ്മൾ പടവുകൾ കയറി നേരെ ചെല്ലുന്നത് അദ്ദേഹം വെടിയേറ്റ് വീഴുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ വലിയ മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. മലയുടെ ആ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അത് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കരിങ്കൽ കെട്ടുകളാണ്. ഇവിടെ ഈ പാറയുടെ ഈ ഭാഗത്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചതും ആ സമയത്താണ് വെടിയേൽക്കുന്നതും നമ്മൾ മുമ്പേ കണ്ട ആ സ്ഥലത്തേക്ക് വീഴുന്നു. അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ മരത്തിൻ്റെ അവിടെയൊക്കെ തൊട്ടിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. മക്കൾ ഇല്ലാത്തവരാണ് അങ്ങനെ ഒരു നേർന്ന് ഇവിടെ തൊട്ടിയൊക്കെ കെട്ടാറുണ്ട്. ഒരുപാട് മധ്യസ്ഥത യാചിച്ച ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം കൂടിയാണ് ഈ അരുൾവായ്മൊഴി കാറ്റാടിമല. അവിടെ താഴേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ദേവസഹായം പിള്ള ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന ആ പാറയിലേക്കാണ് പോകുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മുട്ടു പതിഞ്ഞ പാടുകളൊക്കെ നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഒരു കൊച്ചുകുട്ടി പ്രാർത്ഥിക്കുന്നു. ഇതാ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കാണാമെന്ന് വിശ്വസിക്കുന്നു. കണ്ട മുട്ടു പതിഞ്ഞ പാട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായൊരു ചിത്രം. അദ്ദേഹത്തിൻ്റെ അവസാന പ്രാർത്ഥന എന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥന ഇവിടെ കൊത്തി വച്ചിട്ടുണ്ട് മാർബിളിൽ. അവസാന പ്രാർത്ഥന എന്ന രീതിയിൽ. ഇവിടെ ഒരു ചെറിയ സ്ക്വയർ പോലെയാണ് പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന ഒരു ചാപ്പലും ഒരു ഓപ്പൺ സ്ക്വയറും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് ദേവസഹായം പിള്ളയുടെ ഫോട്ടോകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നീഷ്. ജനിച്ച വർഷം, രക്തസാക്ഷിയായ വർഷം ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയതായ ശിക്ഷകളൊക്കെ ഇവിടെ ഇതേ നമ്പറിട്ട് എഴുതിയിട്ടുണ്ട്.
രാജാവിനെയും ദേവന്മാരെയും അപമാനിച്ചു തുടങ്ങി തോക്കിനാൽ വെടിവെച്ച് മരിക്കപ്പെട്ട ആ സമയം വരെയുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെ ഒരു സ്ക്വയറാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ഇപ്പോഴും കാറ്റടിക്കുന്ന ഒരു സ്ഥലമാണ്. മഴയുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും. ഇവിടെ ഇന്നലെ പ്രേയറോ മറ്റോ എന്തോ നടന്നു. അതിൻ്റെ ചെയറൊക്കെ ഇതാ വെറുതെ കിടക്കുന്നു, മറിഞ്ഞു വീണ് കിടക്കുന്നു. ഇവിടെ ചർച്ചിൻ്റെ മേൽഭാഗത്ത് അവിടെ ഒരു ചെറിയ ചർച്ചും ഒരു ചാപ്പലും കാണാം. ഈ പോകുന്ന വഴി മേളിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് കുരിശിൻ്റെ വഴിയൊക്കെ ഇങ്ങനെ പ്രതിമ രൂപത്തിൽ കാണാം, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അല്പം ചരിത്രം, ദേവസ്വയം പിള്ള ആരാണ് എന്നതിനെപ്പറ്റി ഒരു ചെറിയ ചരിത്രം ഞാൻ പറയാം. അദ്ദേഹം കന്യാകുമാരി ജില്ലയിൽ നട്ടാലത്ത് ജനിച്ച നീലകണ്ഠപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനന സമയത്തിട്ട പേര്. അതിനുശേഷം മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിലെ കാര്യദർശിയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യത്തിലും നൈപുണ്യമുള്ള അദ്ദേഹത്തെ കൊട്ടാരത്തിൻ്റെ പ്രധാന കാര്യനിർവഹണത്തിൽ മാർത്താണ്ഡവർമ്മയാക്കിയിരുന്നു. അതിനുശേഷം ഡച്ച് യുദ്ധം ഉണ്ടാകുകയും ഡച്ച് പടയാളിയായ ഡിനിലോയുമായി അദ്ദേഹത്തിന് സഹകരിക്കേണ്ടി വരികയും അദ്ദേഹത്തിൽ നിന്നാണ് ക്രിസ്തു വിശ്വാസത്തെപ്പറ്റി അദ്ദേഹം അറിയുകയും ആ വിശ്വാസത്തിൽ അദ്ദേഹം തുടരാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അത് രാജാവിനും കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അതുമൂലമാണ് അദ്ദേഹം അവരുടെ ശത്രു ആയിട്ട് തീരുന്നതും ഈ കടുത്ത ശിക്ഷകളൊക്കെ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അവസാനം ഈ കാറ്റാടിമലയിൽ വന്ന് ഒരുപാട് ദണ്ഡനങ്ങൾ അനുഭവിക്കുകയും അവസാനം വെടിയേറ്റ് രക്തസാക്ഷിയായി തീരുകയും പിന്നീട് വാഴ്ത്തപ്പെട്ടനായും വിശുദ്ധനാക്കിയായും തീരുകയും ചെയ്തു എന്നത് ചരിത്രം. ഇവിടെയൊക്കെയും കുരിശിൻ്റെ വഴികളൊക്കെ രൂപം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മേളിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു അത്ഭുതം നമ്മളെ കാത്തിരിപ്പുണ്ട്, അത് ഞാൻ പറയാം. തീർത്ഥാടനം മാത്രമല്ല, ഇവിടെ കലയുടെയും പ്രകൃതി ഭംഗിയുടെയും ഒക്കെ ഒരു സങ്കലനമാണ്. അതാ അങ്ങ് ദൂരെ മലയും മഞ്ഞും ഒക്കെ നമുക്ക് കാണാം. പ്രായമായ ആൾക്കാരൊക്കെ ഈ മല കയറുന്നുണ്ട്. അതിന് സ്റ്റെപ്പ് ഒരുപാട് സഹായകമാണ്, എന്നാലും വലിയ ഉയരത്തിലേക്ക് കയറാൻ അവർക്ക് പാടാം. അതാ അവിടെ രണ്ടുപേര് വളരെ വിഷമിച്ച് നിൽക്കുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞ അത്ഭുതമുള്ളത്. അതായത് അദ്ദേഹം ദേവസഹായം പിള്ള വെടിയേറ്റ് മരിച്ച് വീഴുന്ന സമയത്ത് വലിയൊരു പാറയുടെ കഷ്ണം ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് വീണ് താഴേക്ക് പതിക്കുകയും അത് മണിയടി ശബ്ദത്തിൽ, അതായത് പള്ളിയിലെ ദേവാലയ മണിയടി ശബ്ദത്തിൽ ഇവിടെ വീണു വന്നതാണ്. അതാണ് ഇപ്പം ഞാൻ കാണാൻ പോകുന്നത്. ഇതാണ് ദേവസഹായം പിള്ള വെടിയേറ്റ് വീണ സമയത്ത് മുകളിലിരുന്ന പാറയിൽ നിന്നും ഒരു ഭാഗം അടർന്നു വീഴുകയും അത് മണിയടി ശബ്ദത്തോടു കൂടി നിലത്ത് പതിക്കുകയും ചെയ്തു. ആ ശബ്ദം കേട്ട് താഴ്വാരത്തിൽ നിന്നവരെല്ലാം ഇതറിയുകയും ഇവിടെ വരികയും ചെയ്യുന്നതാണ് ചരിത്രം. ഞാനും ആ റോക്ക് അടിച്ചു നോക്കി, ശരിക്കും പള്ളിമണി അടിക്കുന്ന അതേ സൗണ്ടാണ്. വളരെ അത്ഭുതകരമായിട്ട് തോന്നി. ഇവിടെ വരുന്നവരെല്ലാം അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ നിന്ന് ടൗണിൻ്റെ ഒരു വലിയ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആരൽവായ്മൊഴി റെയിൽവേ സ്റ്റേഷൻ, അതിനപ്പുറം വിൻഡ് മില്ലുകൾ, കാറ്റാടിപ്പാടം, അതിനപ്പുറം പശ്ചിമഘട്ട മലനിരകൾ ഒക്കെ കൂടി വളരെ ഭംഗിയേറിയൊരു സ്ഥലം കൂടിയാണ് കാറ്റാടിമല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതാ ഫ്രണ്ടിൽ തന്നെ മിഖായേൽ മാലാഹയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കാവൽ മാലാഹ എന്നാണല്ലോ പറയുന്നത്. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രകളിലൊക്കെ മാലാഹയുടെ ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ആദ്യ വ്ളോഗ് കണ്ട എല്ലാവർക്കും
നന്ദിയുണ്ട്. ഇവിടെ വരാനായിട്ട് നാഗർകോവിൽ ടൗണിൽ നിന്നും തിരുനെൽവേലി ഹൈവേയിൽ ആരൽവാൻ വഴി ടൗണിലിറങ്ങി കാറ്റാടി മല. അപ്പം പുതിയൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.